ഇത്തവണ നമ്മൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുമ്പോൾ നമ്മളെ ടീം എല്ലാം കൂടിയുള്ള ടീമാണ്. സീനിയർ ടീമുണ്ട്, വളരെ ജൂനിയർ പ്ലെയേഴ്സുണ്ട്, വളരെ സീനിയറായിട്ടുള്ള പ്ലെയേഴ്സുമുണ്ട്. ഇത് നമ്മളിങ്ങനെ കോമ്പിനേഷൻ ചെയ്യാനുണ്ടായ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും മെയിൻ പോയിൻ്റ് വരുന്ന അവസരങ്ങളിൽ നമ്മുടെ പല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് പല ജൂനിയർ പ്ലെയേഴ്സിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്തവണ ഏറ്റവും സീനിയറായിട്ടുള്ള പ്ലെയറായിട്ടും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും നല്ല ധൈര്യമായിട്ട് ഒരു ടീമിനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറുമായിട്ടാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ സീനിയർ പ്ലേയേഴ്സിനെയും ജൂനിയർ പ്ലേയേഴ്സിനെ ആണെങ്കിലും നമ്മൾ ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് സെലക്ഷൻ നല്ല രൂപത്തിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നല്ല പ്ലേയേഴ്സിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണേലും നമുക്ക് ഇത്തവണ മാക്സിമം വിൻ ചെയ്യാൻ തന്നെ സാധ്യതയുള്ള ഒരു ടീമിനായിട്ടാണ് കേരള വോളിബോൾ അസോസിയേഷനും കോച്ച് എന്ന നിലയിൽ ഞാനും ഇതിനെ കാണുന്നത്. ടീമിൽ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടി നല്ല ഫോമിലാണ്. ചാമ്പ്യൻഷിപ്പ് അങ്കമാലി ചാമ്പ്യൻഷിപ്പിൽ എല്ലാവരും നല്ല സീനിയർ പ്ലേയേഴ്സാണ്. ജൂനിയർ ഇപ്പോൾ ടീമിലുള്ളവരെല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരാണ്. ടീമെന്ന നിലയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ 2 ദിവസം കിട്ടിയെന്നുള്ള ഒരു പരാധീനത മാത്രമേ ഉള്ളൂ. അത് അവിടെ ചെന്ന് നമ്മളെ ലീഗ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഈ വർഷത്തെ ടീം എന്ന് പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ ആൾക്കാരാണ് മൊത്തം. അതായത് ഒത്തിരി എക്സ്പീരിയൻസ് ആയ ഒരു ടീമാണ് കൂടുതലെന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടും കൂടി മിക്സായ ഒരു ടീമായിട്ടാണ്. ഇപ്പോൾ അഖിനാണേലും മുത്തുസ്വാമി, ജിതിന്, ജെറോമോ തുടങ്ങിയ ജൂനിയർ പ്ലേയേഴ്സാണ് കൂടുതൽ കളിക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ടീമാണ് വിജയിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഫുള്ള് ജൂനിയർ പ്ലേയേഴ്സിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ചാൻസ് 50-50 എന്ന് വേണമെങ്കിലും പറയാം. അവരുടെ ഓരോ തലമുറ മാറ്റത്തിനനുസരിച്ച് വോളിബോളിൽ വല്ലാതെ മാറ്റം വരുന്നുണ്ട്. അന്നത്തെക്കാളും കൂടുതൽ ഹൈറ്റ് കൂടിയിട്ടുള്ള വോളിബോൾ താരങ്ങളാണെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ സ്പീഡും അതുപോലെ തന്നെ പവറും എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ തലമുറകൾ മാറി മാറി കളിക്കുമ്പോൾ എന്നുള്ളത് വളരെ രസകരമായ അനുഭവം തന്നെയാണ്. കാരണം മുമ്പുള്ള താരങ്ങളെക്കാൾ കൂടുതൽ വളരെ നന്നായി പെർഫോം ചെയ്യാൻ ഈ അടുത്ത കാലത്ത് ചെറിയ താരങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അതൊരു പരിധിവരെ നമ്മളുടെ കോച്ചസും എല്ലാം തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെ പെട്ടെന്ന് കളിക്കാർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വർഷം നമ്മൾ 8 വർഷത്തിന് ശേഷം ഈ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പ് ജയിക്കാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. അതിന് കാരണം ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് 6 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്ലേയേഴ്സാണ്. ഒപ്പം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഈക്വലി സ്ട്രോങ് ആണ്. ബെഞ്ച് സൈഡ് ഏത് പൊസിഷനിൽ ഇറക്കി വിടാനും പറ്റുന്ന പ്ലേയേഴ്സാണ് ഈ വർഷം നമുക്കുള്ളത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നല്ല ബ്ലോക്കർ നമ്മുടെ കൂടെ ഉണ്ട്, ക്യാപ്റ്റനായിട്ടുള്ള TG രാജു. എന്തുകൊണ്ടും ഇക്കൊല്ലം എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമാണ്. ഈ വർഷം നല്ല ടീമാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കും. കഴിഞ്ഞ വർഷം 4 സെറ്റ് കളിച്ചു. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രമിച്ച് ഈ വർഷം നമ്മൾ കിരീടം കൊണ്ട് വരുമെന്ന് വിശ്വസിക്കുന്നു.